ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോയിങ് മൊത്തത്തിൽ 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് കണ്ടാൽ മതി. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടെന്ന് വെച്ചാൽ നമ്മൾ ഷെയ്ഡിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഏതൊക്കെ പെൻസിലാണ് ഉപയോഗിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് 8Bയും 6Bയും ആണ് മെയിനായിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും ലൈറ്റായിട്ട് വരുന്നിടത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുതായിട്ട് 2Bയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് ആ നെറ്റിയുടെ ആ ഒരു ഭാഗത്തും നെറ്റി ആ മുടി ചേരുന്ന ആ ഭാഗത്ത്, അതുപോലെ തന്നെ കഴുത്തിൻ്റെയൊക്കെ ആ ഭാഗത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് 8Bയും 6Bയും ഒക്കെയാണ്. നല്ല ഡാർക്കായിട്ട് വരുന്നിടത്ത് മാത്രം നമ്മൾ 10B ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഓരോ ലെയറായിട്ടാണല്ലോ ഷെയ്ഡ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റായിട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയറിങ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഷെയ്ഡിങ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പെൻസിലും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ പെൻസിലും ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 6B പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡും ഏറ്റവും ഡാർക്ക് ഷെയ്ഡും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വരയ്ക്കുന്ന കാര്യത്തിൽ വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മുടി വരയ്ക്കാനാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ തീരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് അവിടെ ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കട്ടിക്ക് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. തലയുടെ പ്രവേശം കൊണ്ട് ഉള്ള ആ ഒരു ഭാഗത്ത്, ആ ഭാഗത്തെ മുടിക്കാണ് കൂടുതലായിട്ടും നല്ല രീതിയിൽ കറുപ്പ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ആ ഒരു ഭാഗം നല്ല രീതിക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെ 10B പെൻസിൽ തന്നെ ഉപയോഗിക്കുക. നല്ല രീതിക്ക് തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ മുടിയിരിക്കുന്ന ആ സ്റ്റൈലും മുടി ഈരി വെച്ചിരിക്കുന്ന ആ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് തന്നെ ആ രീതിക്ക് തന്നെ നിങ്ങൾ മുടി വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഓരോ ലൈൻസായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ വരച്ച് പോകുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോവുക. ബാക്കി ഫുള്ളായിട്ട് തന്നെ ലൈറ്റായിട്ട് തന്നെ വരച്ച് പോയാൽ മതി. മുടി വരയ്ക്കാൻ വേണ്ടി പലർക്കും ബുദ്ധിമുട്ടാണെന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ബുദ്ധിമുട്ടാണെന്ന് കരുതി മാറ്റി വെക്കില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. മുടി വരയ്ക്കാവുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറയാനുള്ള കാര്യമാണ്. നമുക്ക് അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഷെയ്ഡിങ് ആണ്. അപ്പം മുടി വരയ്ക്കാന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. നല്ല സമയമെടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുകയാണെങ്കിൽ നല്ല സമയം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ ഡ്രോയിങ്ങിൻ്റെ ഓരോ പാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഭാഗങ്ങൾ നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിലിങ്ങും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുടി വരയ്ക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.